ഡൽഹി BJP കൊണ്ടുപോയി. പക്ഷേ കരയാതെ പിടിച്ചു നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ പ്രമുഖരായ ഒരാളാണ് ദേശാഭിമാനി. ഡൽഹിയെ ചെങ്കൊടി പുണർന്നു എന്നുള്ളതാകും പത്രത്തിൽ, ഇന്നത്തെ പത്രത്തിൻ്റെ ഹെഡ്ലൈൻ എന്ന് വിചാരിച്ചു. പക്ഷേ അത്രത്തോളം വലുതാവാൻ ദേശാഭിമാനി ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല, ഈ തോൽവി വരുമ്പോഴൊക്കെ കൈരളി ചാനൽ വലിയേട്ടൻ CD വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത്തവണ അത് വേണ്ടെന്ന് പറഞ്ഞ് അകത്തുള്ള ആരോ തന്നെ അത് മുക്കിക്കൊണ്ട് പോയെന്ന് പറയുന്നുണ്ട്. 10 മത്സരിച്ചു, 10 വൻ തോൽവിയും രുചിച്ചു. 273 വോട്ടാണ് ലഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരിക്കും ചെങ്കൊടിക്ക് സംഭവിച്ചത്? നേരത്തെ എന്താ പറഞ്ഞത്? ഡൽഹിയിൽ ചെങ്കൊടി, ഡൽഹിയെ പുണർന്ന് ചെങ്കൊടി, ഡൽഹിയെ പുണർന്നു. അയ്യോ, അത് അങ്ങനെയാണ് ദേശാഭിമാനി പത്രത്തിൽ വരുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എനിക്കും രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഈ നമുക്കൊരു നാട്ടിലൊരു ചൊല്ലുണ്ട് കേട്ടോ, ഈ കുളിച്ചില്ലെങ്കിലും പുരപ്പുറത്ത് കിടക്കണം. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ദേശാഭിമാനി. ഞാൻ പണ്ടേ പറയാറുണ്ട്, പുലരും മുമ്പ് എഴുന്നേൽക്കണം, ദേശാഭിമാനി പത്രം വായിക്കണം. ഇപ്പോൾ വായനയൊന്നുമില്ല, ആൾക്കാർ ചോറ് പൊതിയാനൊക്കെയാണ് എടുക്കുന്നതെന്നാണ് തോന്നുന്നത്. അത് പാർട്ടി വീടുകളിൽ കൊടുക്കുന്നുണ്ടല്ലോ. പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അതെ, നമ്മുടെ ചിന്തോജറോമിൽ അതിനുവേണ്ടിയാണ് ദേശാഭിമാനി പത്രം അടിച്ചിറക്കുന്നത്. ജനയുഗത്തിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയുന്നില്ല. ജനയുഗ CPIയുടെ പത്രമല്ലേ? അതെ. ജനയുഗത്തിൻ്റെ പണ്ട് അടിച്ചിറങ്ങിക്കൊണ്ടിരുന്നത്, നമുക്ക് ഡൽഹിയിലേക്ക് വരാം, അതിനു മുമ്പ് വേറെ കുറേ കാര്യങ്ങളൂടെ പറയണമല്ലോ. ഇവരുടെ ഒരു പ്രതാപകാലം കൂടെ പറയണം. ജനയുഗം പണ്ട് കൊല്ലത്ത് നിന്നാണ് അടിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊല്ലത്ത് കടപ്പാക്കട ജംഗ്ഷനിൽ ഈ ബസ്സൊക്കെ രാത്രി 7 മണി മുതൽ വന്ന് നിരന്ന് കിടക്കും. KSRTC പത്രക്കെട്ട് കയറണം, എന്നിട്ട് അവിടുന്ന് പോവുകയുള്ളൂ പല വഴികളിലൂടെ. അത്ര ലോഡ് കണക്കിനാണ് ഈ ജനയുഗം വാരികയും കുട്ടികളുടെ ബാലയുഗം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അതും കയറ്റി അയക്കുന്നത്. പിന്നെ നമ്മൾ പറയും തമാശയ്ക്ക്, അതുവഴി KSRTC പോകുമ്പോൾ എങ്ങാനും ഒരു കെട്ടെടുത്ത് ഇങ്ങനെ എറി, അതിൽ വീണെങ്കിലായി ഇല്ലെങ്കിലായി, ആ സ്ഥിതിയായി ജനയുഗം. ഇപ്പം തിരുവനന്തപുരത്തുണ്ട്, ജനയുഗം ഉണ്ട്. പണ്ടൊക്കെ ഇല്ലം ക്ഷയിച്ചതുപോലെ പ്രതാപത്തിൽ നിന്ന് ഇല്ലം ക്ഷയിച്ചു പോയി. ആന മെലിഞ്ഞാലും തൊഴുത്തി കേട്ടില്ലല്ലോ. എന്തായാലും പക്ഷെ അതൊക്കെ അങ്ങനെ ആയിപ്പോയതിൽ എനിക്കും വിഷമമുണ്ട് കേട്ടോ, അങ്ങനെ പറയേണ്ടി വന്നതിലും. എന്തായാലും ചെങ്കൊടി ഡൽഹിയിൽ അങ്ങ് പാറി പറക്കുകയല്ലേ. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ട് കുരയ്ക്കുകയാണ്. ഫാസിസം, ഭരണകൂട ഭീകരത, മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരങ്ങ് പ്രസംഗിക്കുന്നത്. രാജ്യത്ത് വർഗീയത വിളമ്പുന്നു എന്നൊക്കെ. എന്നിട്ട് ഇവരെ BJPക്കാരെ അതുപോലെ സംഘപരിവാർ, സംഘി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുക. ഇത്തരത്തിലുള്ള ചില സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ന്യൂനപക്ഷം മുഴുവൻ ഈ BJPയോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുക. അതെന്താ മനസ്സിലാക്കാത്ത? ഡൽഹിയിലെ മുസ്ലിം പ്രദേശങ്ങളിൽ പോലും BJP കടന്നു കയറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ന്യൂനപക്ഷം അങ്ങോട്ടേക്ക് ചേക്കേറുന്നു എന്നുള്ളത് തന്നെയാണ്. BJP അത്തരത്തിലൊരു ന്യൂനപക്ഷ സമുദായത്തോടെ, ക്രൈസ്തവരോടോ മുസ്ലിം സമുദായത്തിനോടോ യാതൊരു തരത്തിലുള്ള അവരെ അടിച്ചമർത്തുന്ന സ്വഭാവം ഒന്നും തന്നെ കാണിക്കുന്നില്ല, ചേർത്ത് നിർത്തുകയാണ്. കേരളത്തിൽ ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞില്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ്, നിങ്ങൾ റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാമെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ആ പ്രസ്താവനയെ മറ്റ് ബിഷപ്പുമാർ ഏറ്റെടുത്തു. അത് കേട്ട ഉടനെ ഇവിടുത്തെ ഈ CPMൻ്റെ നേതാക്കന്മാർക്കാകെ കൂടെ ഹാലിളകി. കാരണം വോട്ട് മറിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. വോട്ട് ക്രൈസ്തവ സഭകളിൽ നിന്ന് മാത്രമല്ല, ഹിന്ദു സമുദായത്തിലെ ഈഴവ വിഭാഗത്തിൽ നിന്ന് ചോർന്നു പോയി. ഈഴവ വിഭാഗത്തെ മുഴുവൻ അങ്ങ് ദത്തെടുത്തിരിക്കുന്നത് ഈ CPM ആണെന്നാണ് ധാരണ. ഇനി നമ്മൾ ഡൽഹിയിലേക്ക് വന്നാൽ, ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? എന്നിട്ട് ഈ ആദ്മി ഇന്ത്യ മുന്നണിയിലുള്ളതല്ലേ? തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലുള്ളതല്ലേ? കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലുള്ളതല്ലേ? ഇവരെന്നിട്ട് പിന്നെ അവിടെ പോയി അവർക്കെതിരെ മത്സരിക്കുക എന്നൊക്കെ പറയുന്നത്. ഒന്നുകിൽ ആ ആദ്മിയെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി പഴയതുപോലെ തുടരുന്നു. അത് നന്നായി. അവർക്ക് സന്തോഷിക്കാനും വകയില്ല, ദുഃഖിക്കാനും ഇടയില്ല.
രാഹുൽ ഗാന്ധി ഇങ്ങനെ അഴിച്ചുവിട്ട കാളയെ പോലെ അമ്പലക്കാളയെ പോലെ ഇങ്ങനെ നടക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ ഈ അമ്പലക്കാളകളൊക്കെ ഉണ്ട്, ഈ ഓച്ചിറ പടനിലത്തിലൊക്കെ ചെന്ന കാളകൾ ഇങ്ങനെ നടക്കുന്നതാണ്. ഞാൻ അവിടുത്തെ ഇതൊന്നും പരിഹസിക്കുകയല്ല. അതുപോലെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുന്നത്. അങ്ങേര് വിദേശങ്ങളിൽ പോകും, ഇവിടെ തോറ്റു കഴിഞ്ഞാൽ ഉടനെ ഓടും. കാരണം തോറ്റിട്ടുള്ള ചരിത്രമേ ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ കോൺഗ്രസ്സിന്. എന്തായാലും കോൺഗ്രസിൻ്റെ ഈ മൂന്നാം തവണയും ഇല്ലാതാകുമ്പോൾ കോൺഗ്രസ് രാജ്യതലസ്ഥാനത്ത് നിന്ന് തൂത്തെറിഞ്ഞു കഴിഞ്ഞു. ആം ആദ്മിയുടെ കയ്യിലിരുന്ന ചൂല് വാങ്ങിച്ചാണ് നരേന്ദ്രമോദി ആ ആദ്മിയെ തന്നെ എടുത്ത് തൂത്തെറിഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഡൽഹിയിൽ കണ്ടത്. അപ്പോൾ പിന്നെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിന് ഞാനിനി നല്ല ഒരു വശം കൂടെ പറയാം കേട്ടോ. മൻമോഹൻ സിംഗ് ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു പങ്കാളിയായിട്ട് നിന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പലപ്പോഴും UPA സർക്കാരിൻ്റെ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു ഇടതുപക്ഷം എന്ന് പറയുന്നത്. അവർ കൊണ്ടുവരുന്ന നയങ്ങൾ തിരുത്തേണ്ടിടത്ത് ശക്തമായി തിരുത്തുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. CPM-ഉം CPM ആയാലും RSP ആയാലും ഫോർവേഡ് ബ്ലോക്ക് ആയാലും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ കളഞ്ഞു കുളിച്ചില്ലേ സോമനാഥ് ചാറ്റർജി അല്ലേ? അദ്ദേഹം പിന്നെ സ്പീക്കറായി ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് CPM-ന് കിട്ടിയ വലിയ കാര്യമുണ്ടല്ലോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വരെ വിളിച്ചില്ലേ നമ്മുടെ ജ്യോതി ബസുവിനെ. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ഇവർ അത് ഏറ്റെടുത്തില്ല. അത് തന്നെ ഏറ്റവും ചരിത്രപരമായ വലിയ വിഡ്ഢിത്തരമാണ് അവർ കാണിച്ചിട്ടുള്ളത്. പിന്നെന്താ വന്നത്? ഈ പ്രസ്ഥാനം തന്നെ ശോഷിച്ച് പോയി. ഇപ്പോൾ അവശേഷിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ മാത്രം. ബംഗാളിലും ത്രിപുരയിലും ഇവർ നിറഞ്ഞാടി 4 നൂറ്റാണ്ടിന് മുകളിൽ. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പം തൂത്തെറിഞ്ഞില്ലേ? അന്ന് പ്രധാന പ്രതിപക്ഷമായിട്ട് നിന്ന കോൺഗ്രസിൻ്റെ കൂടെ തോളിൽ കൈയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയാനില്ല, അവിടെ ആരുമില്ല. അവിടുത്തെ ഞാൻ ചോദിച്ചട്ടെ, എന്തുകൊണ്ടാണ് ബംഗാളികളൊക്കെ കേരളത്തിൽ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ ജോലി ഇല്ലാഞ്ഞിട്ട് അല്ലേ അതിൻ്റെ അർത്ഥം? അവിടെ വേണ്ട തരത്തിലുള്ള സൗകര്യമില്ലെന്ന് പണ്ട് അബ്ദുള്ള കുട്ടി ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു കേട്ടോ. അദ്ദേഹം അബ്ദുള്ള കുട്ടി പണ്ട് SFIക്കാരനായിരുന്നു. പിന്നീട് CPM-ൻ്റെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ടു, കോൺഗ്രസിൽ വന്നു. പിന്നീട് അത് കഴിഞ്ഞ് BJP-യിലേക്ക്. ഇപ്പം BJP-യുടെ ദേശീയ ഉപാധ്യക്ഷനാണ്, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. അതെ. അപ്പം തിരുവനന്തപുരത്ത് വന്നപ്പോൾ നടത്തിയൊരു പ്രസംഗമാണ്. അദ്ദേഹം ഈ CPM-ൻ്റെ ഈ പതനത്തെക്കുറിച്ച് പറഞ്ഞ അവസരത്തിൽ കണ്ണൂരിൽ നിന്ന് ഒരു 3-4 ബംഗാളി ചെറുപ്പക്കാരന്മാരെ അറസ്റ്റ് ചെയ്തു. അവിടെ അവന്മാർ ഈ ജംഗ്ഷനിലുണ്ടായിരുന്ന കൊടിയൊക്കെ ഏതാണ്ട് നശിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ അവന്മാരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവരെ ചോദ്യം ചെയ്തു. അവർ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലീസുകാരോട് പറഞ്ഞു, സാർ ഇനിയും ഞങ്ങളിത് നശിപ്പിക്കും, ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഈ കൊടി കണ്ടാൽ, ചുവന്ന കൊടി, CPM-ൻ്റെ കൊടി, ഇത് ഞങ്ങൾ നശിപ്പിക്കും. ഈ കൊടിയാണ് സാർ ഞങ്ങളുടെ ജീവിതം ബംഗാളിൽ തൊലച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന്. ഈ അബ്ദുള്ള കുട്ടി പറഞ്ഞത് അതിശയോക്തി കലർത്തിയാണ് പറഞ്ഞതെങ്കിൽ പോലും അതിലല്പം വാസ്തവം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള പാർട്ടിയാണ് ഈ നശിച്ച് നാറാണക്കല്ല് വെച്ച് കുളം തോണ്ടി നിൽക്കുമ്പോഴും പറയുന്നത് ചെങ്കൊടി അണിഞ്ഞു. ഇവരുടെ തലക്കെട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങോട്ട് ചേർന്ന് ഈ പാത്രം എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല വർത്തമാനം പറയാൻ തോന്നി. എഴുതുന്നതിൽ ഈ അക്ഷരങ്ങൾ കൊണ്ട് എന്ത് തെമ്മാടിത്തരമാകാമോ? അക്ഷരം എന്ന് പറയുന്നത് അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്, അതേ എഴുതാവൂ, അതിനെ വ്യഭിചരിക്കരുത്. അതാണ് ഇവർ ദേശാഭിമാനി ചെയ്യുന്നത്. പിന്നെ പാർട്ടിക്കാരോട് പറയും പുലർച്ചെ എഴുന്നേക്കണം, പുലരും മുമ്പ് എഴുന്നേക്കണം, ദേശാഭിമാനി പത്രം വായിക്കണം.